ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഞ്ചാരപ്പാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റുന്ന റെസിപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഗിവ് അവേനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതോടെ കേട്ട് നോക്കിയിട്ട് മാക്സിമം എല്ലാവരും ഗിവ് അവേയിൽ പങ്കെടുക്കാനും കൂടെ നോക്കണേ. അപ്പോൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലെപ്പോഴും കൂടുതലായിട്ട് ഉണ്ടാവുന്ന പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അപ്പം, ഇടിയപ്പം, പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വറുത്ത നൈസായിട്ടുള്ള പൊടി, അതാണ് 1.5 കപ്പ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 2 പപ്പടം ആവശ്യമുണ്ട്. അപ്പോൾ പപ്പടം ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് 2-3 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവും. അതുകൊണ്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നിറച്ചിട്ടിട്ടില്ല, ഒരു 1-2 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് ഇട്ടിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 5-6 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 കപ്പ് ചെറിയ ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. നല്ല പൊള്ളുന്ന ചൂടൊന്നുമില്ല കേട്ടോ, ഒരു ഇളം ചൂട് മാത്രം മതി. ഇത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം പുറത്തേക്ക് തെറിച്ചു പോകുന്നൊരു പ്രശ്നം വരും. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം നരച്ച് മിക്സാക്കി എടുക്കാം. ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ച് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുട്ടുപൊടി എന്ന് പറയുമ്പോൾ കുറച്ചൊരു തരിതരിപ്പോട് കൂടുതലുള്ള പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള അരിപ്പൊടി നല്ല നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ മാവിന് ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവണം. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ സമയത്ത് നോക്കുമ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം വേണ്ടിയിട്ട് അതുകൂടെ ഒഴിച്ചിട്ട് വേണം മിക്സ് ആക്കാൻ. കാരണം കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ അപ്പത്തിൻ്റെ ഉൾഭാഗം വേവുമില്ല, ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ലൂസ് വേണം, എന്നാൽ കൂടിപ്പോവും വേണ്ട. ഇനി ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എളുപ്പത്തിന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന അപ്പമാണ്, പക്ഷേ എന്നാൽ പോലും ഒന്നങ്ങ് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഒരു 1 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ വെക്കുക. തീരെ സമയമില്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് വെച്ചിട്ട് ഒരു 2 നുള്ളു സോഡാപ്പൊടി കൂടെ ചേർത്തിട്ട് മിക്സാക്കി അങ്ങ് ചുട്ടാൽ മതി. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം ചുട്ടെടുക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുത്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വറവായി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്കൊരു 1-1.5 ടീസ്പൂണ് കറുത്ത എള്ളൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ആ ഒരു നെയ്യിൻ്റെ ചൂട് മതി കേട്ടോ. എന്നിട്ട് ചൂട് ചെറുതായിട്ടൊന്ന് പോകുമ്പം ആ ഒരു നെയ്യോട് കൂടി തന്നെ നമ്മളെ മാവിലേക്ക് ഈ ഒരു കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു മാവിന് കട്ടി കൂടുതലായിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം 1-1.5 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇത്തിരി കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ കറക്റ്റ് ലൂസിലാണ് ഇട്ടുള്ളത്, ഈ ഒരു അളവിൽ മതിയാകും. ഇനി ഇത് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, എന്നാലും ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാകത്തിന് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതുപോലെ ഒഴിച്ചിട്ട് ചുട്ടെടുത്താൽ മതി. ഓയിലിന് ഒരിക്കലും ഒരുപാട് ചൂട് കൂടിപ്പോയത്, അത്യാവശ്യം ഒന്ന് ചൂടാക്കിയിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉൾഭാഗം വേവാത്തൊരു പ്രശ്നം വരും കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുക. ഇത് നമ്മൾ പഞ്ചസാരയാണല്ലോ ചേർത്തിട്ടുള്ളത്, ശർക്കര അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കളർ മാറുമൊന്നുമില്ല, ഒരു ലൈറ്റ് വൈറ്റ് ഷെയ്ഡ് ഉണ്ടാവും. അപ്പോൾ ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. ഈ ഒരു അളവിൽ ഏകദേശം ഒരു 35-38 അപ്പമൊക്കെ ഈ ഒരു വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു അപ്പത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഉണ്ണിയപ്പത്തിൻ്റെ നെയ്യപ്പത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്, പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ടേസ്റ്റ് ഒന്നല്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് 4 മണി സമയത്തൊക്കെ സിമ്പിളായിട്ട് തട്ടിക്കൂട്ടാൻ പറ്റുന്ന റെസിപ്പി അത്രയേ ഉള്ളൂ കേട്ടോ. അരിപ്പൊടി എന്ന് പറയുമ്പോൾ എപ്പോഴും വീട്ടിലുണ്ടാവുന്നില്ല, അപ്പോൾ ഇങ്ങനെ മുറിച്ച് കഴിക്കുന്ന സമയത്ത് പുറം ഭാഗം കുറച്ച് ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുള്ള നല്ലൊരു അപ്പ റെസിപ്പി തന്നെയാണ്. ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇനി നമ്മുടെ ഗിവ് അവേനെ കുറിച്ചാണ് കേട്ടോ പറയാനുള്ളത്. ഇന്നലെ നമ്മൾ ഗിവ് അവേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കൂടുതൽ ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ സി ആണ്. 8 ആൾക്ക് പ്രൈസ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാം നമുക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ താഴെ ഹാഷ്ടാഗിൽ ഫദ്വാസ്കിച്ചൻ എന്നതാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് എഴുതിയിട്ടാൽ മാത്രം മതി.
അപ്പോൾ കമൻറ്റ് എഴുതുന്ന സമയത്ത് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ എന്തായാലും. അപ്പോൾ അങ്ങനെ ചെയ്തിടുക. എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നിന്നൊരു 4 കമൻസാണ് നാളത്തെ വീഡിയോയിലേക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. വിന്നേഴ്സിന് നാളെ തന്നെ അനൗൺസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നാളെ ഇടുന്ന വീഡിയോയിൽ നിന്നും ഒരു 4 കമൻസ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. കൂടുതൽ ആളുകളിലേക്ക് കഴിയുന്നത്ര മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്